ആലോചിക്കുക, നമ്മുടെ മനസ്സ് വലിയ രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കതിനെ പുൾ ബാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ശീലിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രം വരുന്നതല്ല സ്ക്രിപ്റ്റ്, അല്ലേ? ലൈഫിൻ്റെ സ്ക്രിപ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആണ്. സോ സംടൈംസ് മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് തിങ്സ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി മൊമെന്റ്. നമുക്കാവാം, നമ്മുടെ ബന്ധുക്കൾക്കാവാം, വിയോഗങ്ങളാവാം, അപകടങ്ങളാവാം. സോ ഇറ്റ്സ് എ മിക്സ്ചർ, ഗുഡും ബാഡും കൂടെ കടന്നു വരുന്നതാണ്. സോ ഇങ്ങനെ നമ്മളൊരു ചെറിയ സമസുഖ സമലോഷ്മ സമദുഃഖ കാഞ്ചന എന്ന് പറയുന്ന പോലെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് അവയർനെസ് കീപ്പ് ചെയ്യാൻ സാധിച്ചാൽ അതാണ് വാസ്തവത്തിൽ ധ്യാനം. ഇന്ന് മെഡിറ്റേഷൻ നമ്മൾ പറയുന്നത് ഒരു റിലാക്സേഷൻ മെത്തേഡായിട്ടാണ് കൂടുതൽ പേര് ഉപയോഗിക്കുന്നത്. ഒരു റിലാക്സേഷൻ മെത്തേഡ് എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല ധ്യാനം എന്ന് പറഞ്ഞാൽ. ധ്യാനം, ആധ്യാത്മികമായിട്ടുള്ള ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് അവയർനെസ്സിൽ നമ്മളെ എത്തിക്കുക. ഏതൊരവസ്ഥയിലും, ഏതൊരു ക്രിട്ടിക്കൽ അൺഎക്സ്പെക്റ്റഡ് ക്രൈസിസ്, അത് മാത്രമല്ല ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ഹാപ്പിനെസ്, അതിനകത്ത് നമ്മൾ സ്വയം മറന്നുള്ള ഒരു ആനന്ദമൊന്നുമില്ലാതെ ഇക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സന്തുലിതം ആക്കുക, സമതുലിതമാക്കുക, അല്ലെ? യോഗം സമത്വം ഉച്യതേ എന്നാണ് ഗീതയിൽ പറയുന്നത്. സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് അവയർനെസ്. വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ബോധത്തിൽ ധ്യാനം പരിശീലിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിത് കുറേയൊക്കെ ബോധ്യപ്പെടും. കാരണം ആരും തന്നെ ഒരു ദുഃഖകരമായ അവസ്ഥയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം, ഒരു മനുഷ്യന്. അപ്പം അതിനൊരു പരിധിവരെ സാഹചര്യങ്ങളും മറ്റൊരു വലിയ പരിധിവരെ മനസ്സും കാരണമാണ്. സാഹചര്യങ്ങളിലോട്ട് പോകാനും ഒരു പരിധിവരെ മനസ്സ് കാരണമാണ്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈവൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മനസ്സ് തന്നെയാണ് ചില സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് നമ്മളെ കൊണ്ടുവന്ന് കുഴിയിലിടുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം, അത് വേറൊരു സബ്ജക്റ്റാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത്. ചിന്തിച്ചു നോക്കൂ, അല്ലേ? ഏറ്റവും കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. എപ്പോഴും നമുക്ക് നമ്മളൊന്ന് ജസ്റ്റ് നമ്മുടെ മെമ്മറിലോട്ട് പോയാൽ മതി. ഒരു സമയത്ത് നമുക്ക് നല്ല ഹാപ്പിനെസ് തന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ളതെന്ന് തെറ്റാണ്. അവർ കാരണമാണ് നമ്മുടെ മനസ്സ് കൂടുതൽ വിഷമിക്കുന്നത് എന്ന് പറയുന്നതാണ് കാരണം. അവല്ലാതെ അവരൊരിടത്തിരുന്ന് ഇങ്ങനെ വിഷമിച്ചോ എന്ന് പറയുന്നതല്ല. നമ്മുടെ മൈൻഡ് അതനുസരിച്ച് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കാരണം വിഷമിക്കുന്നതാണ്. ഈ ഒരു ട്രൂത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വലിയ പരിധി വരെ ഇതിൽ നിന്ന് യോഗ ശരിക്കും അതാണ്. നമ്മൾ യോഗിക്